എനിക്ക് അടികൊണ്ടിരുന്നല്ലോ ഞാൻ മാറ്റി തിന്നു എന്തിനാ എന്നെ കാണുമ്പോ ഈ കരയുന്നേ? കണ്ണൊക്കെ നിറയുന്നല്ലോ. എന്നെ തൊലി കൊണ്ടായിരിക്കാം ഞാൻ കാലം അമ്മയുടെ കാലിന് എങ്ങനെയുണ്ട്? ഈ അമ്മയുടെ മേലെ രൂപ പനി മാറുന്നില്ല. കട്ടി കിടക്കണ ആരും കിടക്കില്ല ആരും കിടക്കില്ല. മൂട്ടുണ്ടോ അമ്മയുടെ? എനിക്ക് ശരിയായിട്ടൂടാ. മൂട്ടുണ്ടോ? മൂട്ട 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 മൂട്ടേ മൂട്ട പഴയതൊക്കെ ഉണ്ട് മക്കളെ. പഴയതൊക്കെ തുണിയിലും തിരമണിയിലൊക്കെ ഇടുന്നില്ലേ, അതൊക്കെ ഉണ്ട് മോനെ. മറ്റേ പഴയതൊക്കെ പോയി. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നതൊക്കെ ഓടി ഓടി നടക്കണം. എല്ലാത്തിനെയും പിടിച്ച് വെള്ളത്തിയിടും. കൊല്ലൂല, വെള്ളത്തിയിടും. കൊല്ലൂല. കഴിച്ചു ഈ അമ്മച്ചിമാർ ഇങ്ങനെയാ കിടക്കണേ അല്ലേ? ഇവിടെ ഉണ്ട് മൂട്ട. എവിടെ ഇഷ്ടം പോലെ തോർത്തെടുത്ത് വെള്ളിട്ടപ്പോ 12 എന്താന്ന് വെച്ചാൽ ഈ തുണി അന്ന് വെയിലത്തിട്ടിട്ടേ, വെയിലത്തൊന്നും ഇട്ടില്ല. ഇവിടെ കിടന്ന് അലച്ച് വിളിച്ച തുണിയാട് ഇങ്ങോട്ട് കൊടുത്തില്ലേ, മൊത്തം മൂട്ടയാണ്. ഇനി ഇവിടെ വന്ന് ഇരിക്കുന്നത് കൊണ്ടാ. ഇരിക്കുമ്പോ ഉണ്ട് മൂട്ടയുണ്ട്. അമ്മ കിടക്കുന്ന മുറിയിലുണ്ടോ മൂട്ട? ഇതുവരെയും വന്നില്ല. പോയത് ഇതുവരെയും അന്നേരം കഴിയെല്ലാം പോയില്ല. ഒരു മാസം 1.5 മാസം ഞാൻ പോയി വിളിച്ചോണ്ട് പോവാം. ഇനി എവിടെ കാണാൻ വന്നിരുന്നത്? അമ്മ കോർപ്പറേഷൻ 2 രൂപ 7,000 രൂപ അടച്ച് ഇവിടെ വന്ന് 1 വർഷം കഴിഞ്ഞ് അതിനോട് ശേഷം ഉറങ്ങുന്നത് ഇപ്പൊ ഈ 3-4 ദിവസം കണ്ട. മറ്റേ ഉറക്കമില്ലല്ലോ. ഒരു ദിവസം 100-200 മൂട്ടയാണ് അവിടെ നിന്ന് കൊല്ലുന്നത്. രാത്രി ഉണർന്ന് ഇരുന്ന് അവിടെ ഇപ്പം മൂട്ടയില്ല. എന്താ പറയുന്ന റെക്കോർഡ് ചെയ്യുന്നു. എനിക്കൊരു മലയല്ലേ ഉള്ളൂ. മലയേ ഉള്ളൂ. അത് മലയിലേ ഉള്ളൂ. വെറുതെ ചുമ്മാ ഇരിക്കാൻ കിടക്കും. അതിന് ഇവിടെ 2 വർഷം കുടിയലില്ല. 3 മാസം പപ്പാനം പറഞ്ഞു വിടാം. 3 മാസം അധികം കിടക്കണം. 3 മാസം പപ്പാനം പറഞ്ഞു വിടാം. 3 മാസം തല വിളിച്ചു വിടാം. നേര് വിളിക്കണം. ചൂട് വെള്ളം കഴിച്ചു നേര് വിളിക്കണം. പിടിച്ച് വെളുത്തുനിന്ന് വിളിക്കണം. വീട്ടിൽ വന്നാൽ ജോലി ചെയ്ത് അവരുടെ കാലിൽ ഇട്ടിട്ട് കിടക്കണം. ഈ അമ്മയുടെ കാലിലെ നീരൊക്കെ മാറിയോ? മൂത്രത്തിൽ കൂടെ നടക്കൂല്ലേ? എണ്ണ വാങ്ങിച്ചാലും ബസ്സെല്ലാം കൊണ്ടുവന്ന എണ്ണ വാങ്ങിച്ചു സോപ്പ് വാങ്ങിച്ചു പല്ലിയൊക്കെ വാങ്ങിച്ചു ഒരു കറിയ ഇല്ലാത്തവരെ ഞാൻ കേൾക്കും. നിൽക്കത്തില്ല അവരത് ഞാൻ ആക്കിക്കോളാം. അതെ നിങ്ങൾക്ക് എന്ത് പ്രവർത്തനം ഞങ്ങളെ പറയും.
എപ്പോഴും കൈയെടുക്കും. വയനാട് എപ്പോഴും. വയനാട് ജാനകി പറഞ്ഞായിരുന്നു. എപ്പോഴും എടുക്കും. എപ്പോഴും എടുത്തുകൊണ്ട് ജനങ്ങളെ പറഞ്ഞ നിനക്ക് ഉപാസനത്തിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചത് തരുന്നുണ്ടോ? ചുമ്മാ അറിയുന്നു. വെറുതെ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി വന്നു. സാധാ അമ്മച്ചിയുടെ ഇവിടെ ആൾക്കാരൊക്കെ കിടക്കുന്നത് ഇങ്ങനെയാണ് സാറേ. ഇവിടുത്തെ വൃത്തിയായിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയാണ്. ഞാൻ മുഴുവൻ മൂട്ടയാണ്. ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഷീറ്റ് വിരിച്ച് കിടക്കും. ഈ ഷീറ്റിൽ കൂടി മൂട്ട ഇങ്ങനെ കയറിയവരുടെയൊക്കെ കടിക്കും. ഇതിനകത്ത് കയറി ആരും ഇതുവരെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ വരത്തില്ല. അത് വരെ നിറയെ തുണികളായിരിക്കും, തുറക്കാൻ പറ്റില്ല. ജനലിക്കെല്ലാം മറാല പിടിച്ച് ഇതിനാ മുഴുവൻ മുട്ടയാണ്. ഇങ്ങനെ ഇവിടെ മടക്കി വെച്ചിരിക്കുക. വൃത്തിക്കൊന്നും ഇതെടുത്ത് ഇത് മുഴുവൻ മൂട്ടയായിരിക്കും. ഒരു ദിവസം ഇതിനകത്ത് വന്നിട്ട് എടുത്തവർക്ക് ഇട്ട് കൊടുക്കും. ഈ കട്ടിലാണ് നമ്മുടെ അമ്മ കിടന്നത്, മരിച്ച അമ്മ കിടന്നത്. ലക്ഷ്മിക്കുട്ടി അമ്മ കിടന്ന് മരിച്ച കട്ടിലാണിത്. ഏത് റൂമിലേക്ക് കയറാൻ പറ്റില്ല. ഇതിൻ്റെ മുഴുവൻ മൂട്ടയാണ്.